ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള നെക്സ്റ്റ് മൂമെൻറ്റ് എന്താണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഇതിനകത്ത് രണ്ട് ഫെമിനിൻ എനർജീസ് കയറി വന്നിട്ടുണ്ട്. ഒരു ക്യൂൻ ഓഫ് ഫയർ, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി കയറി വന്നിട്ടുണ്ട്. ഈ രണ്ട് വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷനകത്താണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഒരുപക്ഷെ ഈ പറയുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഈ പേഴ്സൻ്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേരായിരിക്കാം. അതിലൊരു വ്യക്തി നിങ്ങളായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്യൂൻ ഓഫ് ഫയറിൽ നിന്ന് ക്യൂൻ ഓഫ് വാട്ടറിലേക്ക് എത്തേണ്ടുന്ന ഒരു ദൂരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ അത്രയും ഒരു വലിയൊരു ടാസ്ക്കാണ് എന്ന് തന്നെ പറയാം. കാരണം ഇവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ഐഡിയ ഇല്ല. ആകെ മൊത്തം ഒരു വിഷമം, സങ്കടം, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള പലവിധ മാനസികാവസ്ഥ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു ഫെമിനിൻ എനർജിയുടെ വൈബ് തന്നെയാണ് വളരെ കയറി നിൽക്കുന്നത്. എങ്കിലും നമ്മളത് ജെൻഡർ വൈസ് പെർഫെക്റ്റ് ഫീമെയിൽ എന്ന് തന്നെ പറയുന്നില്ല. കാരണം ചില മെയിൽസിനാണെന്നുണ്ടെങ്കിൽ ഫെമിനിൻ എനർജി നമുക്ക് കാണാൻ കഴിയാറുണ്ട്, അതുപോലെ തന്നെ നേരെ തിരിച്ചും. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും രണ്ട് വ്യക്തികൾക്കിടയിൽ പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ തീർത്തും ഒരു നോ കോണ്ടാക്റ്റ് പീരീഡ് ആയിരിക്കാം, ആ ഒരു സെപ്പറേഷൻ പീരീഡ് തന്നെ ആയിരിക്കാം. ഇവർക്ക് ഒരു തരത്തിലും നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ആ ഒരു മാറി നിൽക്കുന്ന അവസ്ഥയിൽ ഈ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിലാണെന്ന് വിചാരിച്ചിട്ട് അവരുടെ വഴി നോക്കി പോകുന്ന ഒരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ അവരുടെ ഒരു മനസ്സിലും ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു റീഡിംഗ് കൂടുതലും കാണാൻ സാധ്യത എന്ന് പറയുന്നതും ലേഡീസ് തന്നെയായിരിക്കാം. നിങ്ങളുടെ ഒരു മെയിൽ പാർട്ട്ണറിന് വേണ്ടിയിട്ടായിരിക്കാം കൂടുതൽ പേരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഇമേജിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാം, ആ ഒരു രണ്ട് ഫെമിനിൻ എനർജീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരെണ്ണം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ബോൾഡായിട്ട് മുന്നിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മറ്റൊരു ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് വളരെ നിശബ്ദമായിട്ട് സൈലൻ്റായിട്ട് കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഉള്ള ദുഃഖങ്ങളെല്ലാം മനസ്സിനകത്ത് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്യണം എന്നോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ധീരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ല. ഈ ഒരു സിറ്റുവേഷനകത്ത് ആകെ വാടി തളർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു രണ്ടാമത്തെ ഫെമിനിൻ എനർജിക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിൽ വളരെ ഒരു ക്രൂഷ്യലായിട്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനകത്ത് പെട്ടുപോയിരിക്കുന്നു. ആ ഒരു ട്രാപ്ഡ് ഇൻ ഫിയർ എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിനകത്ത് ഈ ഒരു പേഴ്സൺ നിർബന്ധിതമായിട്ട് വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ചിലർക്ക് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം. അവരുടെ ഒരു അമ്മയോ അല്ലാന്നുണ്ടെങ്കിൽ സഹോദരിയോ, അല്ലെങ്കിൽ അവരെക്കൊള്ളും മെച്ചുവറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യമായിരിക്കാം. ചിലർക്ക് അതൊരു റിലേഷൻഷിപ്പിലുള്ള ആളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഈ ഒരു പേഴ്സൺ സ്വമേധ അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടത്തോടു കൂടി മാറി നിൽക്കുന്നു എന്ന് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനെ വിലയിരുത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇവിടെ നിർബന്ധിതമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ ഭയമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പും ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്തതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നവർക്കുള്ള ഒരു റീഡിംഗ് ആണിത്. അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കിടയിൽ വന്ന് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി തടസ്സമായിട്ട് നിൽക്കുന്നവരുടെ ഒരു എനർജി തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവഗണിക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കാത്തതിൽ, നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഗണന തരാൻ സാധിക്കാത്തതിലൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം, അവരത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് ഇങ്ങനെയല്ല ഇടപഴകേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടത് എന്ന് ഈ ഒരു വ്യക്തിക്ക് തന്നെ മാനസികമായിട്ടുള്ളൊരു തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചില കേസസിലൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്,
പാർട്ട്ണർ വേണ്ടത്ര ഒരു ശ്രദ്ധയും കരുതലും ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവരതൊന്നും തിരിച്ചറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ തോന്നലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകുന്നവരുണ്ട്, അംഗീകരിക്കാത്ത വ്യക്തികളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ അത് വളരെ ക്ലിയർ കട്ടായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ഒരു അപര്യാപ്തത കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം നിങ്ങളെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരേ സമയം രണ്ട് സിറ്റുവേഷനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് സാഹചര്യങ്ങൾ ഒരേപോലെ കൊണ്ടുപോകാൻ പോലും ഈ വ്യക്തിക്ക് കഴിയാത്തൊരവസ്ഥയാണ് എന്നുള്ളത് അവർക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫാമിലിയുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം അവരുടെ കൈകളിലായിരിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് ചാടി ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. പല കാര്യങ്ങളും വളരെയധികം ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വരുംവരാഴികളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. മാത്രമല്ല നിങ്ങളെ അവരുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചിലർക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും. അത്രയും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പ് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം നിങ്ങളുടേത്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിരുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ടേക്ക് കെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പാസ്റ്റ് മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നല്ല മുഹൂർത്തങ്ങളെല്ലാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചില സമയത്ത് നല്ല നല്ല ഓർമ്മകളാണ് നമ്മളുടെ മനസ്സിലുള്ളതെങ്കിലും നമുക്കത് പെയിൻഫുള്ളായിട്ട് മാറുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതിനി ലൈഫിൽ തിരിച്ചു കിട്ടുമോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മുഹൂർത്തങ്ങൾ ഇനി വീണ്ടും ലൈഫിനകത്ത് ഉണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ കൊണ്ടായിരിക്കാം ഒരുപാട് ഈ ഒരു പേഴ്സൺ വിഷമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. വളരെ പെയിൻഫുള്ളായിട്ട് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും അവരുടെ എല്ലാ സ്ട്രെസ്സും ചിലപ്പോൾ ഇറക്കി വെക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ആ ഒരു പേഴ്സൺ ഒരു ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലവരുടെ സിറ്റുവേഷൻ നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ലൈഫിൽ പല കാര്യങ്ങളിലും സ്വന്തമായിട്ട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മറ്റു പലർക്കും വേണ്ടിയിട്ട് അത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ പിന്തുടരാൻ വേണ്ടിയിട്ട് പലരുടെ ഒരു തടസ്സം. ഇപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ഫാമിലിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ചിലവരുടെ ഒരു നിർബന്ധ ബുദ്ധിയായിരിക്കാം സ്വന്തം ഇഷ്ടങ്ങളെ തേടി പിടിക്കാനായിട്ട് അവർക്ക് കഴിയാതെ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനകത്ത് പെട്ടു പോകുന്ന വ്യക്തികളുണ്ട്. ഏകദേശം ഈ ഒരു പേഴ്സൻ്റെ എനർജി നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പർപ്പസ്ഫുള്ളി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോകണം എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാമെന്നോ വിചാരിച്ചിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയുടെ എനർജി അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇത്രയും ഇരുന്ന് വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു എനർജി നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും കിട്ടില്ല. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയോ എന്ത് കാരണമാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനകത്ത് അവരൊരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെയാണ്. അവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സിറ്റുവേഷൻ നോക്കിയപ്പോൾ നമ്മളവിടെ ഒരു എനർജി കണ്ടതാണ്, ഫെമിനിൻ എനർജിയും കണ്ടതാണ്. അപ്പോൾ ആ ഒരു വ്യക്തി തന്നെയായിരിക്കാം ഇതിനകത്തുള്ള ഒരു പ്രധാന തടസ്സം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിങ്ങോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രധാനം ഒരു വെല്ലുവിളിയായിട്ട് ഈ ഒരു പേഴ്സൺ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിലൊരു പ്രധാന ഡിസിഷനോ കാര്യങ്ങളോ ഒക്കെ എടുക്കാൻ നേരത്ത് മറ്റു പലരുടെയും ഒരു സാഹചര്യം നോക്കേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ വേറെ പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥ വരിക. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ആ വ്യക്തിക്ക് ഇവിടെ സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വരുന്ന ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ അവരുടെ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് അവസാനിച്ചു കിട്ടാനായിട്ട് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവസാനിക്കുന്നത് പോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഹോപ്പെല്ലാം നമുക്ക് അതിനകത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഫീലിങ്സിനകത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുള്ള വ്യക്തികളാണ്. വളരെ റീസെൻ്റായിട്ട് അകന്ന് മാറി നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി അല്ല. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ സാഹചര്യം അവർ ഒരുപാട് നാളുകളായിട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ട് അവർ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ തന്നെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ അവരെന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിലൊരു ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങളുടെ ചിന്തകൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് കടന്നു വരുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടായിരിക്കും അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അനിവാര്യമായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് കടന്നു വരും എന്നുള്ളത് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അവരുടെ ലൈഫിൽ ഏറ്റവും ഒരു നിർണായകമായിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളുമായിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത്രയും സ്ഥാനം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളോടുള്ള സ്നേഹത്തിന് പുറമെ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബന്ധവും കൂടി ആയിരിക്കും. അതായത് നമ്മൾ പലപ്പോഴും റിലേഷൻഷിപ്പിനകത്ത് സ്നേഹം, ആത്മാർത്ഥത, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ആ ഒരു റെസ്പെക്റ്റ് എന്നുള്ള ഫാക്ടർ നമ്മളുടെ പാർട്ട്ണറിന് കൊടുക്കുന്ന വ്യക്തികൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമ്മളുടെ പാർട്ട്ണറിനെ അത്രമേൽ ഒരു പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് കാണുക, അല്ലെങ്കിൽ അവർക്ക് ചില ക്വാളിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റീസ് അംഗീകരിക്കുന്ന വ്യക്തികൾ വളരെ കുറച്ച് പേരായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ തരത്തിലും അത്രയും ദൃഢമായിട്ട് പോയിട്ടുള്ള ഒരു ബന്ധമാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നഷ്ടപ്പെടുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഉണ്ടാവുമോ എന്നുള്ള ഒരു അഷുറൻസ് പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അത്രയേറെ വിഷമിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. മേ ബി നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ ഇത് തിരിച്ചു കിട്ടണം എന്ന് അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകൾ വരുന്നൊരു സമയത്തല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ, അതിനാണ് ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്ന അതിനാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ശബ്ദം കേൾക്കാനായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ശക്തമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു വ്യക്തി ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന ഒരു അവസ്ഥയായിരിക്കാം. അവർക്കായിട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ടിരുന്ന ഒരു സിറ്റുവേഷനിലൂടെ തന്നെയായിരിക്കാം പോയിക്കൊണ്ടിരുന്നത്. വേണമെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് ഇന്ന് ഓക്കെ ആവും, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പേഴ്സൺ വിളിക്കും, അല്ലെങ്കിൽ നാളെ ഇതിനകത്തുള്ള കാര്യങ്ങൾ മാറി മറിയും, തേർഡ് പാർട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം കുറയുന്ന, അങ്ങനെയുള്ള ഓരോ പ്രതീക്ഷകളിലൂടെ ആയിരിക്കും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു പേഷ്യൻസ് എനർജിയിൽ ഇരുന്ന് മടുത്തു എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങളിൽ നമുക്കൊരു ക്ഷമ നശിക്കുക എന്ന് പറയുന്ന പോലെ ആവാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ളൊരവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള തേർഡ് പാർട്ടി എനർജി ഒന്നും ഒട്ടും വിട്ടുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എങ്ങനെയാണോ ഇതിനകത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ സ്റ്റക്കായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഒന്ന് ഹൈഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് പോലും പെട്ടെന്ന് അവിചാരിതമായിട്ട് വന്നപ്പെട്ട ഒരു സംഗതിയായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സഡനായിട്ട് സ്റ്റോപ്പായി പോയതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ തുറന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നത് പോലെ ഒരു കാര്യങ്ങളും ശരിയാവാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം എന്നിവിടെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ റീഡിങ്ങിനകത്ത് വരുമ്പോഴും ചില തേർഡ് പാർട്ടി എനർജീസൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അതായത് ആ ഒരു പേഴ്സണെ കൊണ്ട് ഫോൺ നമ്പർ വരെ മാറ്റിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ വരെ അവരുടെ നിയന്ത്രണത്തിലാക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പേഴ്സണൽ റീഡിങ്ങിനകത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയും എനിക്ക് തോന്നുന്നു അതുപോലെയുള്ളൊരു സ്ട്രോങ് തേർഡ് പാർട്ടി എനർജി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും സ്വന്തമായിട്ടുള്ള ഒരു ഇഷ്ടത്തിൽ, അല്ലെങ്കിൽ വളരെ ഫ്രീഡത്തോടു കൂടി ചെയ്യാൻ കഴിയാതെ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ എങ്കിലും ഇവരുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളോടൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുറന്ന് പറയുക എന്നുള്ളതാണ്. ആ ഒരു ഇൻറ്റൻഷനാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുന്നത്, അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു നെക്സ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നോ കോൺടാക്റ്റിലൂടെ പോകുന്ന വ്യക്തികളൊക്കെയാണ് ഇവരുടെ ഒരു ശബ്ദം കേൾക്കാനായിട്ട് നിങ്ങളും കാത്തിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിനകത്ത് ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. കാരണം ഇതിനകത്ത് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയിട്ടോ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോ ആയിട്ടല്ല ഈ ഒരു പേഴ്സൺ വരുന്നത്. നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെയാണ് അവർ വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിലും ആ ഒരു കാത്തിരിക്കുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എല്ലാ തരത്തിലും തേർഡ് പാർട്ടിയൊക്കെ ഒഴിവാക്കി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു എനർജി അല്ല. കാരണം ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും അതിനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്.
അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു ഹൈഡിങ് എനർജിയിൽ വളരെ രഹസ്യമായിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാം എന്നവർ കരുതുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ അത്രത്തോളം ദയനീയമാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് എത്ര നാളായിട്ട് അകൽച്ചയിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന ആരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒപ്പം എത്ര പേരുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചും ഈ ഒരു ബന്ധത്തെക്കുറിച്ചുമാണ്. അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആക്കി എടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നടക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അത്രത്തോളം അവരുടെ മനസ്സിനകത്ത് ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാണ്. അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് കണ്ണകന്നാൽ മനസ്സകന്നു പോകും എന്നുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അങ്ങനെയല്ല. നിങ്ങൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഇവിടെ സിറ്റുവേഷൻ അത്രത്തോളം വളരെ വ്യക്തമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വളരെ ശക്തമായിട്ട് വേണ്ടത് സ്ട്രോങ് റീകൺസിലിയേഷൻ്റെ ഒപ്പം തന്നെ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രോങ് റീകൺസിലിയേഷനും തേർഡ് പാർട്ടി റിമൂവലിനും വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.